ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നപ്പോൾ പത്തരമാറ്റിൻ്റെ കഥ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് തൊണ്ടയ്ക്ക് വലിയ സുഖമൊന്നുമില്ല, അതുകൊണ്ട് ഓടിച്ചെന്ന് പറയാം. അപ്പോൾ നമ്മുടെ അനിയും നന്ദും കൂടെ പാർക്കിൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ നന്ദു അനി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ചോദിക്കണ്ട, അവളവിടെ വന്ന് കാത്തു നിൽക്കണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ആരും കാത്തു നിൽക്കുന്നില്ല, ഞാനൊന്ന് നടക്കാൻ പോണതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അനി വരുന്നത്. നന്ദു ഇറങ്ങാൻ നേരത്ത് നയനെ വിളിക്കും, അമ്മയെ നന്ദു നടക്കാൻ പോയി ചോദിക്കുമ്പോൾ പോയിട്ടില്ല മോൾ എവിടെ ഉണ്ട് പറയും. എന്നാൽ ഇപ്പം ഇറങ്ങും, അമ്മയും കൂടെ അമ്മ ശ്രദ്ധിച്ച് അവളെ പോകാൻ സമ്മതിക്കേണ്ട, അനി പോയിട്ടുണ്ട് മുന്നിലെന്ന് പറയും. അങ്ങനെ ഫോൺ വയ്ക്കുമ്പോഴേക്കും നന്ദു ഇറങ്ങി വരികയാണ്. അപ്പോൾ നീ എങ്ങോട്ടാ നടക്കാൻ പോകുന്നത് വയ്ക്കുമ്പോൾ ഞാൻ നടക്കാനറിയാം, എന്നാൽ ഞാനും വരാം എന്ന് പറയുന്നുണ്ട്. അവളിങ്ങനെ ഓരോ ഒഴിവൊക്കെ പറഞ്ഞിട്ടും കനക കൂട്ടാക്കുന്നില്ല. അങ്ങനെ കനകയും കൂടെ നന്ദുവിൻ്റെ കൂടെ നടക്കാൻ പോവുകയാണ്. പോകുമ്പോൾ അവൾ അനി നടക്കുന്നിടത്തേക്കല്ല പോണത്, വേറെ സ്ഥലത്താണ്. അപ്പോൾ നീ എന്താ ഇവിടേക്ക് കൊണ്ടുവന്ന് എന്ന് ചോദിക്കുമ്പോൾ അറിയും ഇവിടെ നടന്നാൽ മതി അറിയും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ വെച്ചു, അങ്ങോട്ട് പോകണ്ട, ഇവിടെ കുറച്ചും കൂടെ സേഫായിട്ട് നടക്കാം എന്ന് പറയണം. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ നടക്കുമ്പോഴേക്കും അനി വിളിക്കുന്നുണ്ട്, 1-2 തവണ നന്ദുവിനെ വിളിക്കും. അപ്പോൾ കനക വിളിക്കുന്നുണ്ട്, ആരാ വിളിക്കുന്നത് വെച്ചപ്പോൾ അത് CI സാറാണ് വിളിക്കുന്നത് അറിയാം. അപ്പോൾ കനകയ്ക്ക് സമാധാനം, CI ആണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അവനല്ല അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ കാണാം CIയുടെ ജീപ്പ് മുന്നിൽ. അങ്ങനെ അപ്പോൾ അനി അവിടെ കാത്തു നിന്ന് മുഷിയാണ്. അപ്പോൾ അവന് മനസ്സിലാവും എന്തോ കാരണത്താൽ ഇവളവിടെ ലോക്കായി പോയിരിക്കുകയാണ്, അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ എന്തു ചെയ്യും, ജലജ അപ്പോഴേക്കും വേറൊരു കുറുക്ക് വഴി ഉപയോഗിക്കുന്നുണ്ട്, അനാമിക ഇളക്കി വിടുന്നുണ്ട്. നന്ദു അനി നടക്കാൻ പോയിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യുക, അവളും ഉണ്ടാവും, നീയും കൂടെ ചെല്ല്, അല്ലെങ്കിൽ മോളെ അവനെ പിടിച്ചാൽ കിട്ടില്ല, നിനക്ക് എന്തായാലും നിങ്ങൾ ഡിവോഴ്സിലേക്ക് പോരുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ നമുക്ക് ഡിവോഴ്സിന് കുറച്ചും കൂടി ഒരു സ്ട്രോങ് കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വേണമല്ലോ, അതുകൊണ്ട് നീയും പോകുന്ന പറഞ്ഞിട്ട് അനാമികനെ ഇളക്കി വിടുന്നുണ്ട്. അപ്പോൾ അനിയാണെങ്കിൽ നന്ദുവിനെ കാണാനിട്ട് ആ ദേഷ്യവും സങ്കടവും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. നന്ദു ആണെങ്കിൽ അമ്മേനെ ഇങ്ങോട്ട് നടക്കും ചെയ്യുക, നടന്നു പോയിട്ട് മുന്നിൽ പെടുന്നതോ CIയുടെ മുന്നിലാണ് പെടുന്നത്. അയാളും നടക്കാൻ വന്നത്. അയാൾ പിന്നെ പറയുന്നുണ്ട്, നിങ്ങളെങ്ങോട്ടാന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാ മോനെ എന്ന് പറയുന്നുണ്ട് കനക. എന്നാൽ നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്ന് പറയും. അപ്പോൾ വേണ്ട, ബീച്ചിൽ പോകണ്ട, നമുക്ക് ഇവിടെ നടക്കാമെന്നറിയാം. അതല്ല, അവിടെ ആകുമ്പോൾ കുറച്ച് നേരം കൂടെ കൂടുതൽ നടക്കാമല്ലോ എന്ന് പറയും. നിങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് ഇതിൽ കയറി പറയും. അങ്ങനെ CIയും നന്ദുവും കനകയും കൂടെ CIയുടെ വണ്ടിയിലാണ് പോണത് ബീച്ചിലേക്ക്. ആ ബീച്ചിലാണ് നമ്മുടെ അനി ഉള്ളത്. അപ്പോൾ അനി പക്ഷേ ഇവളെ കാണാനിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുക. പറയും, കാണുന്നില്ലല്ലോ, ഇവളെന്ത് പണി ചെയ്തത്, എന്നെ പറ്റിച്ചോ, പറ്റിക്കുന്ന ആളല്ല, എന്തുകൊണ്ടാണ് അവൾക്ക് വരാൻ പറ്റാഞ്ഞത് എന്നിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ആര് വരുന്നത്, അനാമിക കുത്തിത്തിരിപ്പിന് വരുന്നത്. അപ്പോൾ അനാമികയുടെ വീട്ടുകാരും പറയാം, നീ പോയിക്കോ, എന്തെങ്കിലും ഒരു കാരണത്താൽ അവൻ്റെ കയ്യിൽ നിന്ന് നിനക്കൊരു അടി കിട്ടാൻ ഭാഗ്യമുണ്ടെങ്കിൽ അത് മതി നമുക്ക് കേസിന് പോകാൻ. കേസിന് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയണ കോമൺ സെൻസ് ഇവിടെ വെച്ച് തരേണ്ടി വരും അനന്തപുരിക്കാർ, അവരെ നാണം കെടുത്താനുള്ള ഒരു അവസരം കൂടിയാണെന്നറിയാം. അപ്പോൾ പൊയ്ക്കോന്ന് പറയുകയാണ്. അങ്ങനെ തള്ളയും നന്ദിയും കൂടെ തള്ള തന്ത പറയുന്നത് ക്ഷമിക്കണേ, അങ്ങനെ ഉദ്ദേശിച്ചില്ല, ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അമ്മയും അച്ഛനും കൂടെ മകളെ പറഞ്ഞേക്കാണ്, നീ ചെല്ല് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവൾ ഞാൻ വണ്ടി എടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനി ആകെ പടം മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ അനാമികയുടെ രംഗപ്രവേശം. അപ്പോൾ അനാമിക അനിയനെ കാണുമ്പോൾ പിന്നെ അറിയാമല്ലോ, കുത്തിത്തിരിപ്പിൻ്റെ രാജാവല്ലേ. അവൾ ചെന്നിട്ട് അവനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചൊറിയാണ്. അപ്പോൾ പറയും, നീ എന്നെയല്ലേ പ്രതീക്ഷിച്ചത്, മറ്റവളെയല്ലേ ഇവിടെ പ്രതീക്ഷിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വൈര്യം കെടുത്തും, കുറേ സഹിക്കും. പിന്നെ മുത്തശ്ശനെ കയറി പറയുമ്പോഴാണ് പറയും, ഒരു നാട്ടുരാജാവുണ്ട്, അവിടെ കുറേ കിങ്കരന്മാരുണ്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാണ്. എന്തായാലും ഞാൻ നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോവും, ഇപ്പോൾ പക്ഷെ നിങ്ങൾ നല്ല എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയണ്ട അനി, നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കിട്ടിയാൽ മതി, നിനക്ക് എന്ത് വേണമെങ്കിലും തരും എന്നൊക്കെ അനി പറയുന്നുണ്ട്. പക്ഷേ അവൾക്ക് അതൊന്നല്ല ആവശ്യം, എങ്ങനെയെങ്കിലും ഇവനെ ദേഷ്യം പിടിപ്പിക്കുക. അങ്ങനെ അവസാനം മുത്തശ്ശനെ പറയും. മുത്തശ്ശനെ അനാമിക നല്ല കണക്കിന് പറയുന്ന സമയത്ത് പറയും, നിൻ്റെ ജീവിതത്തിലൊന്നല്ല എനിക്ക് പ്രശ്നമില്ല, പക്ഷേ അവൾ നിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പറ്റില്ല, അത് ഞാൻ സമ്മതിക്കില്ല അറിയാം. അത് നീയല്ല തീരുമാനിക്കാൻ, എനിക്ക് ഇഷ്ടമുള്ളവർ ഞാനൊരു ജീവിതത്തിൽ കൂട്ടും, നീ നിൻ്റെ പണി നോക്കിപ്പോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, ഒരു രാജാവും കുടുംബവും വന്നിരിക്കുന്നു, നീ ആ കിളവൻ്റെ പിന്നെ വാക്കും കേട്ട് നടന്നിട്ടാണ് നിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നതേ അബദ്ധമായി പോയി പറയും. അപ്പോൾ പറയും, എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ നീയല്ലേ കച്ച കെട്ടി ഇറങ്ങിയത്, ഞാൻ നിന്നെ ക്ഷണിച്ചൊന്നുമില്ലല്ലോ, നീ നിൻ്റെ ഇഷ്ടത്തിന് വന്നതല്ലേ എന്നൊക്കെ അനിയും പറയുന്നുണ്ട്. അങ്ങനെ 1-2 പറഞ്ഞ അവസാനം നമ്മുടെ അനിക്ക് ദേഷ്യം വന്നിട്ട് അനാമികയുടെ ചിക്കിട്ടത്തൊരെണ്ണം കൊടുക്കുന്നുണ്ട്. അത്
കിട്ടേണ്ടത് തന്നെയാണ്. അങ്ങനെ ഒന്ന് കിട്ടിയപ്പോൾ അത് വാങ്ങിയും കൊണ്ട് പോവുകയാണ് അനാമിക. അപ്പോൾ പറയും നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, അതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തരുമെന്ന് പറയും. നീ പോയി കേസ് കൊടുക്കടി, അപ്പോൾ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. അങ്ങനെ അവൾ അങ്ങോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ പറയും ഓരോ മാരണങ്ങൾ വന്ന് തലയിൽ കയറുന്നത്, അല്ലെങ്കിൽ അവൾക്ക് ഒരെണ്ണം കിട്ടേണ്ട ഇതുണ്ട്. എൻ്റെ മുത്തശ്ശനെയാണ് അവൾ പറഞ്ഞിരിക്കുന്നത്, മുത്തശ്ശനി ഏട്ടനെയാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. ആദർശിനെയും പറയുന്നുണ്ട് കേട്ടോ, കല്യാണം കഴിയുന്ന മുന്നേ കുട്ടി ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജലജ ഓടി വന്നിട്ട് അബീനോട് പറയുക, എടാ അടി പൊട്ടിയടാ എന്നറിയാം. അപ്പോൾ എന്താ സംഭവം എന്ന് നോക്കി. അപ്പോൾ ഇങ്ങനെ അനാമികേനെ തല്ലി, അനാമികേനെ ബീച്ചിൽ വെച്ച് കണ്ടപ്പോൾ തല്ലി, ഇതൊരു പ്രശ്നം, നീ ഇതൊരു പ്രശ്നമാക്കി എടുക്കണം, നീ ഒരു പ്രശ്നമാക്കി മാറ്റണം, നീ അവർക്ക് നല്ലൊരു അഡ്വക്കേറ്റിനെ കാണിച്ചു കൊടുക്കും, നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അനന്തപുരിക്കാരെ ഇവിടെ തറ പറ്റിക്കാം എന്നറിയാം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് പേഴ്സണലായിട്ട് ഇങ്ങനെ ഒരു പിന്നെ വളർത്തു മകളാണ്, ആ കുടുംബത്തിനോട് ഏറ്റവും കാണിക്കേണ്ട ഒരു വ്യക്തിയാണ്, ഏറ്റവും മോശമായിട്ട് അവരെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് ആ കുടുംബത്തിൽ അവർക്ക് എപ്പോഴോ ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സീരിയലിൽ നിന്ന് സീരിയൽ കുടുംബത്തിൽ നിന്ന് ഒരു കുടുംബത്തിൻ്റെ കഥയാണല്ലോ ഈ പറയുന്നത്. അങ്ങനത്തെ ആൾക്കാരെ കുടുംബത്തിൽ വന്നല്ല. അപ്പോൾ അബി അറിയാം അത് ഞാൻ വേണ്ട ചെയ്തോളാം, ഞാൻ ആളെ ഇറക്കിക്കോളാം എന്ന് പറയും. അങ്ങനെ അടി കിട്ടിയിട്ട് അനാമിക വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടുന്ന് അച്ഛനമ്മയും കൂടെ ഓടി വരികയാണ്. ഓടി വന്നു കഴിഞ്ഞിട്ട് എന്താ മോളെ നിൻ്റെ മുഖത്ത് പാട്, നിന്നെ അവൾ തല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ അവളൊന്നുമല്ല തല്ലിയത്, അവനാണ് എന്നെ തല്ലിയത് അറിയാം, അവനാണ് തല്ലിയത്, നമുക്കിതിന് കേസിന് പോകാം, ഞാൻ അവളാണ് നിന്നെ തല്ലിയെന്ന് വിചാരിച്ചു പറയും. അവളല്ല അവനെയാണ്, ഞാൻ അവൻ്റെ വീട്ടുകാരെ പറഞ്ഞുകൊണ്ട് അവനെ ദേഷ്യം വന്നിട്ട് എന്നെ തല്ലിയതാണ് അറിയാം. ഇതിപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ല ആ CI എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, ഞാൻ പലിശ വാങ്ങിയ ഒരാളുടെ മരുമകനാണ്, അവന് കൃത്യമായി പൈസ കൊടുക്കാത്തതുകൊണ്ട് എപ്പോഴും പിന്നെ അയാൾക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമാണ്, പലിശ ഇങ്ങനെ കൊടുക്കണോണ്ടേ. അപ്പോൾ അയാളുടെ മരുമകനാണ്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചിട്ട് വേണ്ട എന്താ വെച്ചാൽ ചെയ്യാം എന്ന് പറയുന്നുണ്ട് വേണു. അങ്ങനെ അപ്പോൾ അതൊരു കേസാക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ കാണുന്നത് CIയും കനകയും പിന്നെ ബീച്ചിൽ വന്ന് നടക്കുന്നതാണ്. ആ സമയത്ത് അവിടെ നമ്മുടെ അനിയുണ്ട്. അനിയനെ കാണുമ്പോൾ അനി ഇവരെ കാണുന്നുണ്ട്. അനി പെട്ടെന്ന് കാണാത്ത പോലെ നടക്കുമ്പോൾ പറയും അത് അനിയല്ലേ എന്ന് പറയും. അപ്പോൾ CI പറയണ്ട അനിയല്ലേ എന്ന്. അയാളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ നന്ദുനെ കാണാൻ വന്നതാണ്. നോക്കുമ്പോൾ എന്നെ കാണാനോ, ഞാൻ എന്തിനാ അയാളെ കാണാൻ വരുന്നത്, അയാളിവിടെ സ്ഥിരം നടക്കാൻ വരുന്നതാണ്, ഞാൻ അയാളെ കാണാനൊന്നും വന്നതല്ല അറിയാം. അപ്പോഴേക്കും ഇന്ന് ഞാൻ അയാളോടൊന്ന് പോയി സംസാരിക്കട്ടാറുണ്ട്. CI പോയിട്ട് അനിയനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനി വലിയ ഇഷ്ടമല്ലാത്ത പോലെ പറയണം. അപ്പോൾ അറിയും എനിക്കറിയില്ലേ ഞാനാണ് ഇവളെ കല്യാണം കഴിക്കാൻ പോണത് എന്നൊക്കെ അങ്ങനെ പറയും. പക്ഷേ അനി ഒട്ടും ഇഷ്ടമല്ലാത്ത പോലെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും കനകയും വരും. അപ്പോൾ മോനെ ഇത് CI മോനാണ് നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരി അമ്മേ ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെയായിട്ട് പോകണുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പിന്നെ നമ്മളുടെ എന്താ പറയുക ഈ പത്തരമാറ്റിൻ്റെ കഥ പോണത്. അപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലെ ഇനിയാണ് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നന്ദൂര് ദേഷ്യം വരികയാണ്. അവസാനം അനി പോകുമ്പോൾ അനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, പിന്നെ